ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കയറിയല്ലേ ഫ്രൈക്ക്? ആ ഓക്കെ. അയ്യ ചെറുതാട്ടോ. ആ കുഴപ്പമില്ല. എടുക്കും ഞാൻ. കവറൊന്നും എടുത്തില്ല. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വരാലിനൊക്കെ അടിക്കാൻ പറ്റിയൊരു ഫ്രോഗ് നമ്മൾ 1-2 വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. നമ്മുടെ കൊമേഡോയുടെ ഹോർണഡ് ഫ്രോഗാണ്. അപ്പോൾ അതിൻ്റെ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഡോട്ടാണ് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് എടുത്തിരിക്കുന്നത്. വലിയ സൈസ് മീനുകളൊന്നും നമുക്ക് അടിച്ചിട്ടില്ല. പക്ഷേ അന്യ അടി എന്ന് വെച്ചാൽ ഈ ഫ്രോഗിനകത്ത് അന്യ അടിയാണ് വരാലുകൾ. ഞൊട്ട് വരാൽ വരെ ഇതിനകത്ത് കയറി അടിക്കും. അതാണ് ഹൈലൈറ്റ് ഇതിനകത്ത്. ഫ്രോഗിനെ കുറിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ചില്ല. ഇത് നമ്മൾ എടുത്തേക്കുന്നത് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക്. സ്പിന്നർ ഒന്നും എടുത്ത് കാണിക്കേണ്ട. സ്ഥിരം നമ്മളിപ്പോൾ 1-2 വീഡിയോ ഈ ഒരു ഫ്രോഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ വെച്ചുള്ള ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് കിടക്കാം. രാവിലെ പെയ്ത്തില്ല, കാണത്തില്ല. വെള്ളം ഹലീവല്ലേ, വലിഞ്ഞു. താഴോട്ട് ഒഴുക്ക് പറയാൻ പറ്റില്ല നമുക്ക്. കഴിഞ്ഞ ദിവസം തന്നെ കുറഞ്ഞിട്ടല്ലേ ഒറ്റ രാത്രി കൊണ്ട്. എത്ര 2-3 മണിക്കൂറിന്റെ പെയ്ത്തല്ലായിരുന്നോ? അവിടൊക്കെ പെട്ടെന്ന് അങ്ങ് കയറിയല്ലേ. ആ ഇത്തവണ ഭയങ്കരമായിട്ടാ. ആ ഇത്തവണ ഫിഷ് ഓൺ. നമ്മുടെ ഫസ്റ്റ് വരാൽ ആദ്യം ഒന്നും അടിച്ച് അവന് കിട്ടിയില്ല. പുറകെ വന്ന് ഒരറ്റടി. വലിയ സൈസല്ല കേട്ടോ. ഇവിടുന്ന് കിട്ടിയ വരാലുകളുടെ സൈസ് ഒന്നും ആരും വലുതാണെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഈ ഒരു ടൈപ്പും ഇതിൻ്റെ വലുതൊക്കെ ഇച്ചിരിയൊക്കെ ഉള്ളതേ കിട്ടത്തുള്ളൂ. വലിയ സൈസ് ഇവിടെ ഇല്ല. വലിയ സൈസ് അപൂർവമായിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കും, ഈ സൈസിനെയൊക്കെ എടുക്കും. അയ്യോ ചെറുതല്ലേ, എന്തുകൊണ്ട് കളഞ്ഞുകൂടാ അത് ഡയലോഗൊന്നും നമുക്കില്ല. ഇവിടെ ഈ ഒരു സൈസേ ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. കാരണം വേറെ സ്പോട്ടുകളും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എടുക്കും. അത് യാതൊരു മാറ്റമില്ല നമ്മൾ. അപ്പം നമ്മുടെ ഓറഞ്ചും ബ്ലാക്ക് ഡോട്ടും കൊമേഡോ എടുക്കാം. നമ്മുടെ ചില ആൾ വിചാരിക്കും അയ്യോ നല്ല ഏരിയ, ഇവിടെ സ്റ്റിക്ക് അടിക്കാർ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇവിടെ സ്റ്റിക്ക് അടിക്കാരൊക്കെ ഇഷ്ടം പോലുള്ള ഏരിയ ആണ്. പിന്നെ ഇപ്പം അധികം ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് കിട്ടും. നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഒക്കെ ഇരിക്കും. അയ്യോ നല്ല തൊലിഞ്ഞ ഫ്ലൂറോ കാർബൺ. സത്യം ഞാൻ കെട്ടിയതിൻ്റെ മിസ്റ്റേക്കാണ്. നല്ല കെട്ടുമാണ് കെട്ടി വെച്ചത്. അന്യായ കെട്ട് നല്ല തൊലിഞ്ഞ സാധനം കേട്ടോ. നല്ല പറയാതിരിക്കുന്നത്. നല്ല ഫ്ലൂറോ കാർബൺ എങ്ങും കിട്ടുന്നില്ല. നേരത്തെയൊക്കെ നല്ലത് വരുന്നുണ്ടായിരുന്നു. കോപ്പിയും കഴിക്കണം. അത് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലൂറോ കാർബൺ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് എനിക്ക് സജസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും. എനിക്കിവിടെ കിട്ടുന്ന നല്ല ഫ്ലൂറോ കാർബണില്ല, നല്ല തേമ്പിയ സാധനമാണ്. ഞാൻ ഇടയ്ക്ക് ബ്രൈഡ് മാത്രം കെട്ടി ഞാൻ എറിയുന്നുണ്ടായിരുന്നു. കാര്യം അങ്ങനെ എറിയുമ്പോൾ ചില സമയത്ത് കമ്പേ കയറുമ്പോൾ അത് നമുക്കൊരു പണിയാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ വരാൽ. കുഴപ്പമില്ല കേട്ടോ. ഒരു കാക്കിലെ മേളിലുണ്ട്. എന്തായാലും എടുക്കാം. ഒറ്റപ്പൊടി. എൻ്റെ സ്നാപ്പ് ഞാൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു. പണിവാളി. രണ്ടാമത്തെ കയറി. പക്ഷേ രണ്ടാമത്തെ കറക്റ്റ് സ്ട്രൈക്ക് കിട്ടിയില്ല നമുക്ക് വീഡിയോയിൽ.
ആ കൂടി വൈകിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നീട് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങാം. ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് വരാലിനെ വേണമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ മെസ്സേജ് അയച്ചു കിടക്കുന്നു, അതിനെ കൊടുക്കല്ലേ വേണമെന്ന്. ആ അടുത്തത് അടിച്ചു. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ വരാൽ, നമ്മുടെ റെഡ് ആൻഡ് ഓറഞ്ച് ആൻഡ് ബ്ലാക്കിലെ മൂന്നാമത്തെ വരാൽ കൊമേഡോ. എടുക്കാം ഇതൊക്കെ എടുക്കാൻ സൈസാണ്. ഓക്കെ, പ്ലെയർ എടുക്കട്ടെ, വെറുതെ കൈ മെനക്കെടുക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വരാത് അവരെയും അവിടെ ഞാൻ ഇട്ടു. 3 കുഴപ്പമില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല, 3 കുഴപ്പമില്ലാത്ത സൈസുകൾ. നോക്കട്ടെ എല്ലാം ഓക്കെ ആണോ എന്ന്. നല്ല ഒരു ഫ്ലൂറോ കാർബൺ ലൈൻ എവിടെ നിന്നെങ്കിലും തപ്പിയെടുത്ത് മേടിക്കണം, ഇല്ലെങ്കിലേ പണി പാളും. ഓക്കെ, അപ്പോൾ നമ്മളിത് അടുത്ത ദിവസം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇന്നലത്തെക്കാളും ഒരല്പം കൂടെ നമുക്ക് ഇവിടെ എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും നോക്കാം. നമ്മുടെ ഓറഞ്ച് കളർ ഫിഷ് ഓൺ. ഞൊട്ട ശിശു എന്തോ ചെയ്യാനാണ്. മുട്ടേഷ് കുമാർ. നിവർത്തിയില്ല, എടുക്കാം. അല്ലേ ഞൗക്ക, ഞൗക്കാങ്കിൽ ഞൗക്ക്, അല്ലാതെ പറക്കുക. എല്ലാം വിയറ്റ്നാമാണ്. വിയറ്റ്നാമാണ്. അയ്യോ നമ്മളിത് നെക്സ്റ്റ് ഡേ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് കളർ കൊമേഡോ കൊണ്ട്. കാരണം നമ്മൾ ഇറങ്ങും, കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, അപ്പോൾ 1-2 മീൻ അടിക്കാൻ നമ്മൾ കയറും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരോ ദിവസങ്ങളിങ്ങനെ ഇറങ്ങി കളിക്കുന്നത്. കാരണം നമുക്കല്ല വേറെ ഓപ്ഷൻസ് ഇല്ല. ഇപ്പം മഴ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇപ്പം എന്തേ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങിയാണ്. ഇനിയിപ്പം അടുത്ത മഴ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പം മഴ വരുവാണെങ്കിൽ നമുക്ക് പിന്നെയും കയറേണ്ടി വരും. അപ്പം അതുകൊണ്ട് വീഡിയോ ചിലപ്പം കുറച്ച് ദിവസത്തെ ഒന്നിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ഇടേണ്ടി വരുന്നത്. ഒന്നുമില്ല, അത്ര അങ്ങ് മീനല്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് വേറെന്തോ അവിടെ അനക്കമുണ്ട്, മീൻ്റെ അല്ല. ചെറുതാ അയ്യ, ഒരെണ്ണം ഒരെണ്ണം കിട്ടാതിരുന്നാലൊരു നമുക്കൊരു സന്തോഷമില്ല. അതെ മുമ്പേ അടിച്ചു വിട്ടവനാണോ? തോട്ടി
ഫിഷ് ഓൺ. ചെറുതായിട്ടോ, ഇത്രേ ഉള്ളൊരു കാക്കിലോ ആണ്. കാക്കിലോ ഉണ്ട്, കാക്കിലോ ഒക്കെ ഉണ്ട്. എന്തായാലും എടുക്കാമെന്നാണ് സൈസാണ്. ഇത് നമുക്കങ്ങനെ വേണ്ട കാര്യമില്ല. കാക്കിലോ ഉണ്ട്, എന്തായാലും എടുക്കാം. നമ്മുടെ കൊമേഡോ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഡോട്ട്സ്. ഇവിടെയൊക്കെ സ്റ്റിക്ക് അടിക്കാർ വന്നിട്ട് ഒന്നും കിട്ടാതെ പോകുന്ന ഏരിയ ഇവിടെ, മനസ്സിലായോ? അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ മീൻ അന്നേരം കയറി അടിക്കും. ഒരിക്കലും ഇല്ല. നമ്മുടെ വീഡിയോ കാണുന്ന ചില ആളുകളെല്ലാം ഇവിടെ വരുന്നവരാണ്. അപ്പം അവർക്കറിയാം മീൻ കിട്ടുമോ ഇല്ലയോ എന്ന്. ഇവിടുത്തെ വെള്ളം വലിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതുവഴി അങ്ങോട്ട് നടക്കാമായിരുന്നു. പക്ഷേ ചെയ്യാൻ വെള്ളവും വലിഞ്ഞില്ല, അങ്ങോട്ട് വലയും. ഹേ ക്യാ ഹേ ക്യാ ഹേ. വെള്ളം വലിയാതൊരു പരിപാടി നടക്കത്തില്ല. Yes. Yes. പോകല്ലേ. ഫിഷ് ഓൺ. അപ്പം കിട്ടി നമുക്ക്. നാടനാണ് കേട്ടോ, നാടൻ വരാല. നല്ല ചുമന്ന മഞ്ഞ കളറ്. അപ്പം കാക്കിലോ ഉണ്ട് എന്തായാലും. അവിടെ അവൻ കുറച്ച് വന്ന് വെട്ടിയായിരുന്നു. എന്തിനാ? അപ്പം ആ ഒരു സൈഡ് തന്നെ കറക്റ്റ് അടിച്ച് നമുക്ക് കിട്ടി. ഈ ഫ്രോഗ് നമ്മുടെ ഓറഞ്ച് കളറ് കൊമേഡോയുടെ ഹോർണയുടെ ഫ്രോഗ് അത് തന്നെ. നമുക്ക് ഇവിടുന്ന് വലിയ അടിയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് വേറെ സ്ഥലമില്ല. ഇത്ര ഏരിയയൊക്കെ ഉള്ളൂ. ഇവിടെ ഉറങ്ങാൻ തന്നെ കിട്ടി വലിയ കാര്യം. ചാലിലൊന്നും അടിക്കാൻ പറ്റത്തില്ല, ഫുള്ള് വലയാണ്. ഇവിടെ എല്ലാം വല കിടക്കും. പിന്നെ വയമ്പ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അടി പൊട്ടത്തുമില്ല. കൺഫ്യൂഷൻ. പോകാതെ വാ. അയ്യോടാ, കുഴപ്പമില്ല, എടുക്കാം ഒരു ഇതൊക്കെ. നമ്മൾ ചെറുതിനെ ഇപ്പം കളയാറില്ല, കാരണം ചെറുതേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ചെറിയ ടൈപ്പുകളെ കിട്ടുന്നുള്ളൂ. വലിയ ടൈപ്പ് മീനടി ഇല്ല പൊതുവെ. അതുകൊണ്ട് നമുക്കിവനെ എടുക്കാം. അത്യാവശ്യം നാടൻ വരാലായതുകൊണ്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഏതോ മീനിൻ്റെ കുടയൊക്കെ കിടക്കുന്നു. എവിടെയോ പോയ മീനുകളാണ്. എന്തോ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കുടയാണ് ഈ കിടക്കുന്നത്. എന്തോന്നറിയത്തില്ല. പാവങ്ങൾ എവിടെയെങ്കിലും ഒഴുക്കിപ്പെട്ടതായിരിക്കും. പാവം അല്ലേ? ചളിയോട് ചളിയ രാവിലെ തന്നെ. അയ്യ, മീൻ അടിച്ചിട്ടുണ്ട്. ഫിഷ് ഓൺ. നമ്മൾ മൂന്നാമത്തെ വരാൽ ഞൊട്ട കേട്ടോ.
നൊട്ടേഷാണ്. 1/4 കിലോ എടുത്തേക്കാം. നാടൻ പരാല. ചെറുതാട്ടോ, ചെറുതാണെങ്കിൽ ആ സ്ട്രൈക്ക് ഭയങ്കര രസം കേട്ടോ. പൂന്നൊന്നൊരു അടിയന്മാർ. ചെറുതായിട്ടോ, ചെറുത് എൻ്റെ പൊന്നോ എനിക്ക് രസം. ഇത് നാടനായിട്ടോ, നാടനാണ്. അടിയിൽ മഞ്ഞ വരുന്നുണ്ട്. കാരണം ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് മഞ്ഞ അധികം അറിയത്തില്ല കേട്ടോ. ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് മഞ്ഞ അധികം അറിയത്തില്ല. അത് കുഞ്ഞൊരെണ്ണം എടുക്കും ഞാൻ. കാരണം നാടൻ വരാൽ കിട്ടുവാണെങ്കിൽ ചെറുതാണേലും കളയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ടീം. കാരണം പുള്ളിക്ക് എന്തോ കഴിക്കാനെന്തോ അസുഖത്തിന്. അപ്പം ഞാൻ പറഞ്ഞു വിയറ്റ്നാം വരാൽ ഇടയ്ക്ക് കിട്ടും. പുള്ളി പറഞ്ഞു അത് വേണ്ട, നാടൻ വരാൽ ചെറുതാണേലും കളയരുത്, എനിക്ക് കൊണ്ട് തരണമെന്ന് പുള്ളി എടുത്ത് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുള്ളി കുറേ നാൾ കൊണ്ട് നമ്മുടെ അടുത്ത് മീൻ വേണം നാടൻ വരാൽ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ 1-2 കൂടെ കിടപ്പുണ്ട്. അപ്പം ഈ ഞൊട്ടയാണേലും ഞാൻ എല്ലാം എടുക്കുന്നത് കേട്ടോ. കാരണം വലിയ സൈസ് ഇല്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം. വലിയ സൈസിൻ്റെ അടി ഇല്ല. വലിയ വരാലുകൾ കുറഞ്ഞെന്നല്ല, ഈ ഏരിയയിലൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ തോന്നുന്നത്. നമ്മുടെ വീടേനെ നമ്മുടെ 4ാമത്തെ വരാൽ. സിമ്പിൾ, ജസ്റ്റ് മേലോട്ടൊരു ടച്ച് ഊരി വന്നു. 4ാമത്തെ. ഞൊട്ട് എന്നുവെച്ചാൽ ഇപ്പം പിടിച്ചതിനേക്കാൾ ഏറ്റവും ചെറിയ സാധനം. അതുവരെ ഇതേ കയറി അടിക്കുന്നു. അത് കരക്ക് കയറി വരെ ഞാൻ കാണിക്കായിരുന്നു. സൈസ് കണ്ട നിങ്ങൾ ഞെട്ടിപ്പോയേനെ. അന്യായ സൈസ്. മഴ തുടങ്ങി. അപ്പോൾ ഇനി ഞാനിവിടെ നിന്നിട്ട് അർത്ഥമില്ല. ചാറ്റൽ മഴയാണ്. മഴ ഇങ്ങനെ കിണുക്കിക്കൊണ്ടിരിക്കും. അപ്പം അതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് സ്കൂട്ടാകാനുള്ള പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും 1 കിലോ ഉണ്ട് കേട്ടോ, 1 കിലോ ഉണ്ട് കൊടുക്കാനുള്ള. എന്തായാലും ഉണ്ട്. കവറൊന്നും എടുത്തില്ല. ഇത് ഏതോ ഒരു ഷർട്ടിൻ്റെ കവറൊക്കെ ബാഗിൽ കിടന്നു. ഇവിടെ കയറും മീനെ മഴയ്ക്ക് മുമ്പ് വീട് പറ്റണം. അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഓടാൻ തുടങ്ങുമ്പോൾ മതി മഴയും കാര്യങ്ങളായിരിക്കും. അപ്പോൾ വെച്ചാൽ നമ്മൾ കയറുവാണ്. അപ്പം മഴയാണ് ചാറിക്കൊണ്ട് വരുന്നു. അപ്പം നമുക്ക് ഇന്നൊരു 4 വരാൽ കിട്ടി. അപ്പം നമ്മുടെ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള നമ്മുടെ കൊമേഡോയുടെ ഹോർൺഡ് ഫ്രോഗിലാണ് നമ്മൾ ഇത്രയും മീനുകളെ പിടിച്ചത്. ഒരു ദിവസത്തെ വീഡിയോ അല്ല, കുറച്ച് ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇനി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 നമുക്ക് കിട്ടി കഴിഞ്ഞാൽ, പക്ഷേ മഴ കാരണം നമുക്കൊരു പരിപാടി നടക്കത്തില്ല. അവരെ കണ്ടല്ലോ, നമ്മുടെ ഫ്രോഗിൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ, നൈസാണ്. എനിക്ക് ഉപയോഗിച്ചത് വെച്ച് എനിക്ക് ഓറഞ്ചാണ് ഇച്ചിരൂടെ, കാരണം ഇച്ചിരൂടെ കളർഫുള്ള്. നമ്മുടെ വളർത്ത് വരാലിനൊക്കെ പെട്ടെന്ന് കണ്ണിൽ പിടിക്കുന്നൊരു കളർ ഓറഞ്ചാണ് ഇച്ചിരൂടെ ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. എനിക്കറിയത്തില്ല ബാക്കി എല്ലാത്തിലും മീൻ അടിച്ചില്ലെന്നല്ല, അടിക്കുന്നുണ്ട്. പൊതുവേ നമുക്ക് വലിയ മീനുകളുടെ അടിയൊന്നും പൊതുവേ നമുക്ക് ഇപ്പം ഇല്ല. എല്ലാം ഈ ഒരു ആവറേജ് സൈസൊക്കെ ഉള്ളൂ. നമ്മളിനി വേറെ സ്ഥലങ്ങളിൽ നിന്ന് തപ്പിപ്പോണം. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ആംഗ്ലേഴ്സൊക്കെ നമുക്ക് ഇവിടെ എല്ലാവരും വരുന്നതുകൊണ്ട് നമുക്ക് മീനടി വളരെ കുറവാണ്.
അപ്പോൾ ഫ്രോഗ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ ഇത് നമ്പർ കൊടുത്തേക്കാം. സോ അടുത്ത ഒരു കൊമേഡോടെ വേറൊരു കളർ ഫ്രോഗുമായിട്ട് വരും വരെ അപ്പം എല്ലാം പ്രിയപ്പെട്ട അംഗസ്മസർക്കും ടാറ്റ.